അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ദളിത് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതിയായ പ്രൊഫസർ ഡോക്ടർ എൻ.കെ. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. പ്രതിയായ അധ്യാപകന്റെ പെരുമാറ്റം അത്യന്തം ക്രൂരവും മനുഷ്യത്വഹീനവുമാണെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശക്തമായ ഭാഷയിൽ നിരീക്ഷിച്ചു. നേരത്തെ തലശ്ശേരി സെഷൻസ് കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു. ക്രൂരത എന്ന വാക്ക് മാത്രമാണ് ഈ സംഭവത്തിൽ മനസ്സിലേക്ക് വരുന്നത് എന്നായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി പരാമർശിച്ചത്. ക്ലാസ് മുറിയിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ അധ്യാപകന് ബോധമുണ്ടാകേണ്ടതുണ്ടെന്നും സ്വന്തം പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങളിൽ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകേണ്ടതുണ്ടെന്നും ബെഞ്ച് അടിവരയിട്ട് പറഞ്ഞു. അപമാനിക്കപ്പെട്ട സംഭവവും ആത്മഹത്യയും തമ്മിൽ 1 മാസത്തെ ഇടവേളയുണ്ടെന്നും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ വാക്കുകളുടെ അർത്ഥത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകാം എന്നുമായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദാമ ശേഷാദ്രി നായിഡുവിന്റെ വാദം. എന്നാൽ ഈ അപമാനമാണ് വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി പ്രൊഫസർ ഉപയോഗിച്ച മോശം വാക്കുകളുടെ ഗൗരവം ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജ് കോളേജിന് സമീപമുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. അധ്യാപകരിൽ നിന്ന് ജാതി അധിക്ഷേപവും മാനസിക പീഡനവും നേരിടേണ്ടി വന്നതാണ് മരണകാരണമെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡെന്റൽ കോളേജ് വകുപ്പ് മേധാവിയായ ഡോക്ടർ റാം ഉൾപ്പെടെ 3 ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.